വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സയ്യിദ് അവരുകളെ, ഞാനേറെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട മൗലാന അബ്ദുർ റസാഖ് ഉസ്താദ് അവരുകളെ, അതേപോലെ തന്നെ പ്രമുഖരായ ഉമറാക്കളെ, ഉലമാക്കളെ, വേദിയിൽ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നല്ലവരായ ദീനി സ്നേഹികളെ, സഹോദരിമാരെ, ഉമ്മപ്പെങ്ങമാരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാരാവട്ടെ. ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ, ഏത് നന്മ കരുതിയിട്ടാണോ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത്, അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നാഥനായ റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാരാവട്ടെ. നിങ്ങളോട് ദീർഘമായി പ്രാസ്താവിക ഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശിച്ചിട്ട് കാര്യവുമില്ല. നിങ്ങൾ ആ പ്രതീക്ഷയിലല്ല, നമ്മളുടെ ഒരു വയലിൽ കേൾക്കാനുള്ള താല്പര്യത്തിലല്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് അവരുകളുടെ പ്രസംഗത്തിന് വേണ്ടിയാണ്. ആമുഖമായി ദീനിനെ സ്നേഹിക്കുന്ന, അള്ളാഹിനെ പേടിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വിലപ്പെട്ട സമയത്തിനെ കവർന്നെടുക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സ്വാഗതവും ഉദ്ഘാടനവും പ്രാസ്താവികവും നടത്തുന്നത് അങ്ങയകലെ ദൂരയിൽ നിന്ന് വരുന്ന, ഈ നാട്ടിനെ സ്നേഹിച്ചു വരുന്ന, ചെറിയ നാട്ടിന്റെ നല്ലവരായ അള്ളാന്റെ ദീനിന്റെ അനുയായികളെ സ്നേഹിച്ച് ദൂരയിൽ നിന്ന് വരുമ്പോ സദസ്സ് കണ്ട് അവർ ബേജാറാക്കി പോകരുത്. അപ്പൊ തുടങ്ങി വെച്ചാല് സ്വാഗതവും ഉദ്ഘാടനവും പ്രാസ്ഥാനികയും ആകുമ്പോ ഉള്ള കസേരയൊക്കെ ഫുള്ളാകും. അപ്പൊ ഉസ്താദിന്റെ മനസ്സിനൊക്കെ സമാധാനമുണ്ടാകും. ദീനിനെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ള കർണാടകയിലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലും ഉണ്ടല്ലോ എന്ന ഒരു സന്തോഷം, അതിനു വേണ്ടിയാണ്. ദയവ് ചെയ്തിട്ട് റോഡിന്റെ അരികിലുള്ളവർ, പള്ളിയിലുള്ളവർ, അതേപോലെ അങ്ങാടിയുടെ മുറ്റത്ത് നിൽക്കുന്നവർ, ദയവ് ചെയ്തിട്ട് ഉസ്താദ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ വരും. ആ സമയത്തിന് മുമ്പ് ഈ അനുഗ്രഹീതമായ മാലാഖമാരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട, മാലാഖിന്റെ അകമ്പടിയുള്ള ഈ പുണ്യമായ സദസ്സിൽ വന്ന് ചേർന്ന് ഈ സദസ്സിനെ വിജയകരമായി വിജയത്തിലേക്ക് നയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ഫ്ലക്സിൽ കാണിച്ചതുപോലെ, ഞങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ഈ നാട്ടിലുള്ള ജമാഅത്ത് കമ്മിറ്റിയും SKSSF പോലെയുള്ള സമർത്ഥരായ സംഘടനയുടെ യുവാക്കളും വലിയ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഉള്ളത്. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പള്ളിന്റെ മുകളിലേക്ക് പള്ളി കെട്ടാനല്ല, മദ്രസയുടെ മുകളിൽ മദ്രസ കെട്ടാനല്ല, അത് ഞാൻ വേണ്ട എന്നല്ല പറയുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടാൻ വേണ്ടിയല്ല. നമ്മളുടെ ഇന്നലകളിൽ, നമ്മളുടെ ഇന്നുകളിൽ, നമ്മളുടെ നാളുകളിൽ, നമ്മളുടെ ജീവിതത്തിലെ പ്രയാസവും പ്രതിസന്ധിയും വരുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പരസഹായം ഇല്ലാതെ എന്നെ പടച്ച റബ്ബേ മരണം വരെ എന്നെ ഇസ്സത്തോടെ ജീവിച്ച് മരിപ്പിക്കൂ എന്ന് 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലവരായ നമ്മൾ, അതിനിടക്ക് സമുദായത്തിൽ മാരകമായും കൊണ്ടിരിക്കുന്നവരുണ്ട്. സമുദായത്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്ന് നമ്മുടെ സമുദായത്തിലുണ്ട്. നമ്മൾക്ക് അനുഗ്രഹമായി നാഥനായ റബ്ബ് തന്നത്, അള്ളാഹു നമുക്ക് ഗിഫ്റ്റായി തന്ന നമ്മളുടെ പെൺകുട്ടികൾ ബട അനാഥ മക്കള വിവാഹക്കാകി എന്നാണ് ഇട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലുള്ളവർ അവർ അനുഗ്രഹീതരാണ്. നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ്. ഈ നാട്ടിലുള്ളവർ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് നമ്മളെ കൊണ്ട് എന്താണോ അള്ളാന്റെ ദീനിന് ചെയ്യാൻ കഴിയുന്നത്. രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വറക്കമില്ലാതെ ത്യാഗം ചെയ്ത് ഈ നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാരും, മക്കളും, യുവാക്കളും, വയസ്സന്മാരും വറക്കം ഒഴിഞ്ഞിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട്. എന്തിനെന്നറിയോ? നാളെ നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് എന്ത് കഴിയുന്നു? യുവാവേ, സംഘടനാ ചതുരന്മാരെ, നിന്റെ നാട്ടില് നിനക്ക് ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾ തന്നിട്ടുണ്ട്. നിന്റെ നാട്ടില്, നിന്റെ കുടുംബത്തില്, നിന്റെ അയൽവാസിയായിട്ട് 25-30 വയസ്സ് കഴിഞ്ഞു
യുവതികളായി നാഥനായ റബ്ബേ, എന്റെ അയൽവാസിയുടെ ആചാരുടെ മകൾക്ക് 18 വയസ്സേ തികഞ്ഞിട്ടുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞു, അപ്പുറത്ത് അയൽവാസിക്ക് കഴിഞ്ഞു, എന്റെ ഫ്രണ്ട്സുമാർക്ക് കഴിഞ്ഞു, എന്റെ ചങ്ങാതിമാർക്ക് കഴിഞ്ഞു. റബ്ബേ, വർഷങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, കൊല്ലക്കണക്കിലായി ജ്യേഷ്ഠൻ ഒരു ഫോട്ടോ പിടിച്ച് തെണ്ടുകയാണ്, റോഡിലൂടെ നടക്കുകയാണ്. ഉള്ളവരോട് പറയുന്നത് പാവമായതിന്റെ പേരിൽ, അനാഥരായതിന്റെ പേരിൽ, ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ അർഹതയില്ലാത്തതിന്റെ പേരിൽ തെണ്ടുന്ന സമയത്ത് നല്ലവരായ മുഅ്മിനീങ്ങളെ ത്യാഗോജ്വലമായ പ്രവർത്തനം ചെയ്യാൻ ഈ നാട്ടിലുള്ള യുവാക്കൾ 5 കൊല്ലത്തിന്റെ ഇടയിൽ അവരെ കൊണ്ട് നിങ്ങളെ പോലെയുള്ളവർ, പ്രത്യേകിച്ച് ഈ വേദിയിലുള്ള അല്ലാഹു നിഅമത്ത് ചെയ്ത വലിയ വലിയ ധനാഢ്യന്മാരുള്ളവരെ കൊണ്ട് അവരെടുത്ത് കൈനീട്ടി യാചിച്ച് 10ഓളം കല്യാണം ഭാവികളുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാൻ സാധിച്ചു. അല്ലാഹു അവരിൽ ഒന്ന് കബൂൽ ചെയ്യുമാരാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാരാവട്ടെ. നമ്മൾ എത്ര വലുതായിട്ട് കാര്യമില്ല, നമ്മൾ സമുദായത്തില് വലിയ വലിയ പ്രൗഢിയുള്ളവരായിട്ട് കാര്യമില്ല. നമ്മളുടെ നാടുകളിൽ, നമ്മളുടെ ജില്ലകളിൽ, നമ്മളുടെ അയൽവാസികളിൽ ദിവസം കഴിയും പോലെ പെൺകുട്ടികൾ ഓടുന്നു, ആരാന്റെ കൂടെ ഓടുന്നു, മറ്റുള്ള അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആരാ ചെറുപ്പക്കാരാ? ആരാ നിഅമത്ത് ചെയ്ത അല്ലാഹു സമ്പത്ത് തന്ന നിഅമത്തുകാരാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ താലൂക്കിൽ വെച്ച് 3 കൊല്ലം മുമ്പ് ഞാൻ എന്റെ നേരിട്ട് അനുഭവം ഞാൻ പറയുകയാണ്. നിങ്ങളോട് സമയം പോക്കാനോ പ്രസംഗത്തിന് ശൈലി കൂട്ടാനോ ഞാൻ പറയുന്നില്ല. 22 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് ഒരു അന്യമതത്തിന്റെ മതസ്ഥനോട് കൂടെ പോകുമ്പോ ദരിദ്രമുള്ളതിന്റെ പേരിൽ, കഷ്ടപ്പാടുള്ളതിന്റെ പേരിൽ, സ്വന്തം ജീവിക്കാന് പൊര പോലുമില്ലാത്തതിന്റെ പേരിൽ, എന്തും ജീവിതത്തിന്റെ മാർഗമില്ലാതെ വന്നപ്പോ അന്യ പുരുഷനെ സ്നേഹിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവനോട് കൂടെ ഓടി നാട്ടുകാർ പിടിച്ചുകൊണ്ടുവന്നു. നിങ്ങൾക്ക് പറയുമ്പോ ഓർക്കുന്നുണ്ടാകും ഏത് സ്ഥലമെന്ന്, എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടാകും. അതേ സമയത്ത് സമയം കഴിഞ്ഞതിന്റെ ശേഷം, അതിന്റെ പരിധി വിട്ടതിന്റെ ശേഷം ആൾക്കാര് വന്നു, സംഘടനയുടെ ആൾക്കാർ വന്നു, യുവാക്കൾ വന്നു, മുസ്ലിമീങ്ങൾ വന്നു. പെണ്ണെ, നിനക്കെന്താ വേണ്ടത്? നിനക്ക് പര വേണോ? നിനക്ക് കാശ് വേണോ? എന്താ വേണ്ടത്? നമ്മൾ പിരിച്ചു തരാം. ആ പെണ്ണ് ആ സമുദായത്തിനോട്, നിങ്ങളെ പോലെ എന്നെ പോലെയുള്ള സമൂഹത്തിനോട് ആ പെണ്ണ് പറഞ്ഞത്, നിങ്ങളെ കൂടെ ഞാനില്ല. നിങ്ങൾ പിന്നെ പറയുമ്പോ ആൾക്കാരുണ്ടാകും, ഞാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് ഒരാൾ പോകുന്നത് കണ്ടിട്ടുണ്ട്, ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോ എല്ലാവരും പറയും. പക്ഷേ വഴിമാരി സഞ്ചരിക്കുന്നതിന് മുമ്പ് അവർ ഇസ്ലാമിന്റെ അന്തർധാരയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ സമുദായം മുഴുവനും ഉത്തരം അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാടിന്റെ അവസ്ഥ, നമ്മുടെ ചുറ്റുപാടിന്റെ അവസ്ഥ, നിഅമത്തുള്ളവർ അവർ പാപികൾക്ക് കൊടുക്കാൻ നല്ലവര് മനസ്സ് കാണിക്കുന്നില്ല. കൂടുതൽ ആൾക്കാരും അല്ലാഹുവിന്റെ നിഅമത്ത് അല്ലാഹുവിന്റെ ദീനിലേക്ക് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതേ സ്ഥലത്ത് മറ്റു ചിലർ അവർ കൊട്ടാരങ്ങൾ കെട്ടുന്നു, ബംഗ്ലകൾ കെട്ടുന്നു, ബാംഗ്ലാവുകൾ കെട്ടി തട്ടിന്റെ മുകളിൽ തട്ടുകളാക്കി കോംപ്ലക്സുകൾ കെട്ടുന്നു. നാട്ടിൽ വലിയ പേരുള്ള ആചാരായി മാറുന്നു. അയൽവാസിയോ നരക്കരയിലോ കുടുംബത്തിലോ 28ഉം 30ഉം വയസ്സും കഴിഞ്ഞ പെൺകുട്ടികൾ ഇരിക്കുമ്പോ അവരെ തിരിഞ്ഞു നോക്കാനോ അവരെ കുറിച്ച് സഹായിക്കാനോ നമ്മളുടെ സമൂഹത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, നമ്മൾക്ക് സുഖിക്കാനോ ഈ ദുനിയാവ് അനുവദിക്കുന്നില്ല. നമ്മളുടെ സുഖങ്ങൾക്കോ നമ്മളുടെ ആഡംബരങ്ങൾക്കോ ചെറിയ ആയുസ്, നൈമിഷികമായ ലോകം, ക്ഷണികമായ ലോകത്ത് നാഥനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുന്നില്ല. ഈ സംഘാടകർ ഈ വേദിയിലുള്ള വലിയവരെ കണ്ടത് എന്തിനെന്നറിയോ? സ്വന്തം മോളെ കെട്ടിക്കാനോ സ്വന്തം പെങ്ങളെ കെട്ടിക്കാനോ അല്ല, നാട്ടില് ഒരു പെണ്ണിന്റെ എങ്കിലും കണ്ണീർ ഒപ്പാൻ ഈ ജമാഅത്തുകാരെ കൊണ്ടോ SKSSFകാരെ കൊണ്ടോ കഴിയുമെന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. നമുക്കറിയാം, ദുനിയാവ് ലോകത്തിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. സുഖത്തിൽ കഴിയേണ്ടവരല്ല, എസിയിൽ കഴിയേണ്ടവരല്ല, വലിയ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കേണ്ടവരല്ല.
ഉള്ള നിഅമത്ത്, അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അതിലോ ഒരു ഓഹരി പാവങ്ങൾക്ക് വേണ്ടി കൊടുത്ത് നമ്മളുടെ ജീവിതം സംതൃപ്തിയാണിയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ എല്ലാ അധികാരവും ലോകത്തിന്റെ എല്ലാ പവറും അഷ്റഫുൽ ഖൽഖായ പ്രവാചകന്റെ കയ്യിലുണ്ടായിട്ടും തന്റെ അനുചരനാകുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നും കൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കിസ്റയും കൈസറും നിങ്ങളുടെ കയ്യിലാണ് നബിയേ. നിങ്ങൾ കൈ നീട്ടിയാൽ കൈ ചൂണ്ടിയാൽ കയ്യിലൂടെ വെള്ളം ഒലിപ്പിച്ച ആകാശത്തിലേക്ക് നീട്ടിയപ്പോൾ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കിയ കരങ്ങളാണ് നബിയെ. എന്നിട്ട് നിങ്ങൾക്ക് കിടക്കാൻ ഒരു പായയില്ല നബിയെ, ഒരു ഇരിപ്പില്ല നബിയെ. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടക്കാൻ ഒരു പായ, നിങ്ങൾക്കൊരു വിരിപ്പ് ഞാൻ കൊണ്ടു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഉമറേ, മാലി വലിദുനിയാ മാ അന ഫി ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തലല്ല തഹ്ത അഷ്ജറതി വതറകഹാ സുമറഹാ. മോനെ ഉമറേ, ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രികനാണ് മോനെ. സുഖിക്കാനുള്ള ദുനിയാവിന്റെ അനുയായിയല്ല ഉമറേ ഞാനോ അൽ ഫഖ്റു ഫഖ്രി, എനിക്ക് ദാരിദ്ര്യം എന്റെ അഭിമാനമാണ് ഉമറേ. എനിക്ക് എന്റെ ഫഖീർതനം, അതായത് അല്ലാഹുമ്മ ഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഖ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി നീ ജീവിപ്പിക്കണേ റബ്ബേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ റബ്ബേ. നാളെ മിസ്കീനന്മാർ ഒരുമിച്ച് കൂടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ എന്ന് ലോകത്തിന്റെ ഗുരു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിവസേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകർ പോലും അള്ളാന്റെ ദീനിലേക്ക് ദുനിയാവിനെ നിസ്സാരമായി കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്നോ പാവങ്ങൾക്ക് സഹായിക്കാൻ നമ്മളുടെ കൂട്ടത്തിലില്ല, നമ്മൾ ദരിദ്രരെ കാണാൻ നമ്മളെ കൂട്ടത്തിലുള്ളവരില്ല. അതേപോലെ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി കഷ്ടത്തിന്റെ ജീവിതത്തിലാണ് നയിച്ചത്. നബിയുടെ മകളാകുന്ന ഫാത്തിമ ബീവി കഷ്ടത്തിന്റെ ജീവിതമാണ് നയിച്ചത്. ഒരു ദിവസം അള്ളാന്റെ റസൂല് വഴിയിലൂടെ പോകുന്ന സമയത്ത് അള്ളാന്റെ റസൂല് തന്റെ മകളാകുന്ന ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ്. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് തന്റെ മകളുടെ തന്റെ പേരക്കുഞ്ഞ് ഹസനും ഹുസൈനും പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന സമയത്ത് അള്ളാന്റെ റസൂല് വീട്ടിൽ ചെന്നും കൊണ്ട് മകളെ വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, കുഞ്ഞുങ്ങൾക്ക് മല കൊടുക്കൂ മോളെ, തന്റെ കുഞ്ഞുങ്ങൾ കരയുന്നു മോളെ, മല കൊടുക്കൂ മോളെ ഫാത്തിമ എന്ന് പറഞ്ഞു മുസ്തഫായ റസൂലുള്ളാഹി നേരെ പള്ളിയിൽ ചെല്ലുന്നു. പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോഴും പള്ളിയുടെ അടുത്തുള്ള തന്റെ മകളുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരെ രണ്ടാമത്തെ സഹാബത്തിനിക്ക് നസീഹത്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു നോക്കുമ്പോ വീണ്ടും വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങള് ആർത്തടിച്ചു പൊട്ടിക്കരയുന്ന കരച്ചിൽ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് നേരെ പള്ളിയിൽ നിന്നു തന്റെ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വന്നും കൊണ്ട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനിക്ക് ദേഷ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിനിക്ക് അരിശം വന്നു. മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ് മോളെ, നീ എന്റെ ഹൃദയത്തിന്റെ പുഷ്പമാണ് മോളെ, നീ അല്ലാത്ത ഒരു ജീവിതം എനിക്ക് ആവശ്യമില്ല മോളെ ഫാത്തിമ എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകർ അല്ലാഹുവിന്റെ റസൂല് തന്റെ മകളോട് ദ്വേഷിക്കുന്നു. എന്തേ ഫാത്തിമ, നേരത്തെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് മോളെ ഫാത്തിമ? കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കൂ മോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറയുന്ന സമയത്ത് ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. ഒരു മൂലയിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തന്റെ ബാപ്പയോട് ഫാത്തിമ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുലപ്പാല് കൊടുക്കാൻ എന്റെ മുലയിൽ മുലപ്പാലില്ല നബിയേ, മുലപ്പാൽ വരുന്നില്ല നബിയേ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ മകൾ ഫാത്തിമ പറയുന്നു, എന്റെ നബിയേ, എന്റെ ബാപ്പ, നമ്മൾ പകല് മുഴുവനും നോമ്പ് നോക്കുന്നവരാണ് നബിയേ. എന്റെ നിങ്ങളുടെ മരുമകനാകുന്ന അരിയും ഞാനും മാസക്കണക്കിൽ നോമ്പിലാണ് നബിയേ. കഴിക്കാനുള്ള കുറച്ച് ഈത്തപ്പനമുള്ളത്, എന്നിട്ടോ അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു ബാപ്പ. എന്നിട്ടും കുഞ്ഞുങ്ങൾ
കരച്ചല് നിർത്താതെ വന്നപ്പോ എന്റെ മുലയിൽ നിന്ന് മുലപ്പാല് എന്റെ ഹസനിന്റെ വായയിലേക്ക് ഇട്ടുകൊടുത്തു ബാപ്പ. നോക്കുമ്പോ ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീബി പറയുന്നു, മോളെ ബാപ്പ, എന്റെ മുലപ്പാലിൽ നിന്ന് പാല് വരുന്നില്ല ബാപ്പ, ചോര വരുന്നു ബാപ്പ. ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ കുടിക്കാനില്ലാതെ പാലിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞു. നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുമ്പിലുള്ള ഒരു തോട്ടത്തിലുള്ള യജമാനന്റെ വീട്ടിലേക്ക് നേരെ ചെന്നു. വീട്ടിൽ യജമാനനോട് ലോകത്തിന്റെ ഗുരു റഹ്മത്തുല്ലിൽ-ആലമീനായ പ്രവാചകൻ കെഞ്ചുകയാണ്, യാചിക്കുകയാണ്, എനിക്കൊരു ജോലി തരുവോ, എനിക്കൊരു ജോലി തരുവോ, എന്റെ മകളുടെ, എന്റെ പേരമക്കളുടെ പട്ടിണി അടക്കാൻ, അവരുടെ ദാഹം തീർക്കാൻ എന്ന് പറഞ്ഞപ്പോ, ജോലി നിനക്കുണ്ട്, തോട്ടത്തിലുള്ള ഈ തപ്പനമാരാവട്ടെ, അള്ളാഹു ഉസ്താദിന്റെ ശരീരത്തിന് അള്ളാഹു ആഫിയത്തും ആയുരാരോഗ്യവും നൽകുമാരാവട്ടെ. തന്റെ നാക്കുകൊണ്ട് സമുദായത്തിന് എങ്ങനെയാണോ ഖിദ്മത്ത് ചെയ്യാൻ കഴിയുന്നത്, ആ പൂർണ്ണമായ ആഫിയത്തും എല്ലാ തടസ്സങ്ങളെയും നീക്കിയുള്ള ആരോഗ്യം അല്ലാഹു നൽകുമാരാവട്ടെ. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട ಕೇಳುಗರು ತದೇಕ ಚಿತ್ತದಿಂದ ಆಲಿಸಲು ಮನಮುಟ್ಟುವಂತೆ ಪವಿತ್ರ ಇಸ್ಲಾಮಿನ ಸಂದೇಶವನ್ನು ಹೇಳಿ ವಿವರಿಸಿ ಲಕ್ಷಾಂತರ ಜನ ಹೃದಯಗಳಲ್ಲಿ ಹೊಸ ಚಿಂತನೆಯ ಚಿಲುಮೆಯನ್ನು ಚಿಮ್ಮಿಸಿದ ಸೀಮಾತೀತ ಸಿರಿ ಅಲ್ ಹಾಫಿಜ್ ಸಿರಾಜುದ್ದೀನ್ ಅಲ್ ಕಾಸಿಮಿ ಉಸ್ತಾದ್ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ഇൻഷാ അല്ലാഹ് പരിപാടി വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച ബഹുമാനപ്പെട്ട പ്രാസംഗികൻ ഉസ്താദ് അവരുകൾ സദസ്സിലെത്തി. എന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലി അത് മാത്രം. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ, ഇൽമിനെ സ്നേഹിക്കുന്നവർ, ദീനിനെ സ്നേഹിക്കുന്നവർ ഒരാളും പള്ളിവക്കത്തോ പീഡിയയുടെ മുമ്പിലോ റോഡിലോ ബാക്കിയാകരുത്. ഇൽമിന്റെ മജ്ലിസാണ്, ഇൽമിനെ പറയുന്ന സദസ്സാണ്. ദയവ് ചെയ്തിട്ട് എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി നിങ്ങൾ ഈ സദസ്സിനെ വിജയകരമാക്കി തരുക. അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഉസ്താദ് അവരുകൾ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മളോട് പ്രസംഗം കരിക്കും. പ്രസംഗം തീരാതെ, വയല് തീരാതെ ഒരൊറ്റ ആളും പോകരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വഞ്ചിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്, നമ്മളെ നിരാശപ്പെടുത്തുന്ന ലോകത്തിലാണ് നമ്മളുള്ളത്. ഈ നമ്മളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും രസിപ്പിച്ചും നമ്മളുടെ മുമ്പിലിരിക്കുന്ന ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വഞ്ചിക്കും. നമ്മളെ ദുനിയാവ് വഞ്ചിക്കുന്നതിന് മുമ്പ് നമ്മൾ അമല് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ മടങ്ങുക. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞ 1-2 സംഭവങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾക്ക് അല്ലാഹു 100 രൂപയാണോ തന്നത് എങ്കിൽ അതിൽ വലിയ ഒരു അംശം നാട്ടിലുള്ള പാവങ്ങളായ പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ബാപ്പന്മാരാണ്, ഒരു പെണ്ണിന്റെ ജ്യേഷ്ഠന്മാരാണ്. ഒരു വീട്ടിലുള്ള 7-10 മക്കളിൽ 10-11 മക്കളിൽ 7-8 പെൺമക്കളായ ബാപ്പമാരും ജ്യേഷ്ഠന്മാരും ഈ സദസ്സിലുണ്ടാകും. ചോദിക്കട്ടെ, 400-നും 500-നും ജോലി ചെയ്ത് ജീവിക്കുന്നവർ എങ്ങനെ 10-20 പവനും 30 പവനും 5 ലക്ഷവും 3 ലക്ഷവും വരദക്ഷിണ ചോദിക്കുമ്പോ നമ്മൾ എങ്ങനെ ചെയ്യും? പിന്നെയോ അള്ളാന്റെ ദീൻ അതെങ്ങനെയോ അവൻ പൂർത്തിയാക്കും. ആരും നിരാശരാകരുത്. പ്രത്യേകിച്ചിട്ടും ഒരു 3-4 ലക്ഷത്തോളം ചെലവ് ഇതിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സംഘാടകരെ നിരാശരാക്കാതെ, പ്രത്യേകിച്ചിട്ടും ഈ സദസ്സിലുള്ള ഉമറാക്കൾ, അതായത് ഡെൽമ സാനിറ്ററിയുടെ മുതലാളികളും അതേപോലെ തന്നെ ഹൈദരാജിയും, ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മൗലാന മലേഷ്യ, ഇന്ത്യ, ലോകത്തിന്റെ നാനാ രാഷ്ട്രങ്ങളിലും ഇന്ന് നാട്ടിലുണ്ടാകും, നാളെ മലേഷ്യ, ഒമൻ, ഇറാഖ്, ഇങ്ങനെ ലോകത്ത് സഞ്ചരിക്കുന്ന വലിയ ഒരു നിയമത്തുകാരനാണ്. പ്രത്യേകമെന്നറിയോ,
എത്ര അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടും ആ നിഅമത്ത് ചെയ്തതിൽ മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തിട്ട് തൃപ്തിയടയുന്ന മനുഷ്യനാണ്, ആധ്യാത്മികമായിട്ടുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ചിട്ടും പേരോ പ്രൗഢിയോ നോട്ടീസോ ഉദ്ദേശിക്കാത്ത ആളല്ല. ഇന്നലെ മിഞ്ഞാന്ന് രാത്രി ഒരേ സദസ്സിൽ എന്റെ നാട്ടിൽ ഉസ്താദ് അവരുകൾ ഉണ്ടായിരുന്നു, മൗലാന ഉണ്ടായിരുന്നു. പേരിടണ്ട എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എത്തുമെന്ന് പറയുകയും അതേപോലെ എത്തുകയും ചെയ്തു. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പരിപാടി ഈ പാവപ്പെട്ട നാട്ടുകാർ സംഘടിപ്പിച്ചു എന്ന് കേട്ടപ്പോ സ്നേഹത്തോടെ എന്നെ കൊണ്ട് എന്ത് കഴിയും, എനിക്ക് അല്ലാഹുവിന്റെ ദീനിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന നിയത്തോടെയാണ് ഈ സദസ്സിലേക്ക് വരും. അള്ളാഹു അയാളുടെ നിഅമത്തിൽ അള്ളാഹു വർധനവ് നൽകുമാരാവട്ടെ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാരാവട്ടെ. അതേപോലെ നിഅമത്ത് ചെയ്തവരെ, വേദിയിലുള്ള വലിയ വലിയ ബഹുമാനിക്കപ്പെടേണ്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ നാട്ടിലുള്ളവർ ലക്ഷ്യം വെച്ചത് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരാണ്. ആ കണ്ണുനീരൊപ്പാൻ അവർ ചോദിക്കും, അവർ യാചിക്കും, അവർ നിങ്ങളോട് ഭിക്ഷാപാത്രം പിടിച്ച് യാചിക്കും. എന്തിനു വേണ്ടി? ഒരു പാവപ്പെട്ട പെണ്ണിന് വേണ്ടി. ആരും നിരാശരാക്കരുത്. അള്ളാഹു നമ്മെ നിരാശരാക്കാതിരിക്കുമാരാവട്ടെ. പരിപാടിയുടെ അവസാനം വരെ എല്ലാവരും ഒരുമിച്ച് കൂടി അവസാനം പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ പോകാവൂ എന്ന് മാത്രം പ്രാസ്താവികമായി പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെരമനയ തങ്ങി